ദുർബല ജനവിഭാഗങ്ങൾ, അതുപോലെ ആദിവാസികൾ, പട്ടികജാതിക്കാർ, അവർക്കെല്ലാം വേണ്ടിയുള്ള പദ്ധതികൾ ഈ ബജറ്റിലുണ്ട്. അതേസമയം മധ്യവർഗത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള നികുതി നിർദ്ദേശങ്ങളിലെ പരിഷ്കാരങ്ങൾ ഈ ബജറ്റിലുണ്ട്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്ന ബജറ്റാണ്. ഉൽപാദന മേഖലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമഗ്രമായ വികസിത ഭാരതത്തിലേക്ക് നയിക്കുന്ന ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റിലെ നിർദ്ദേശങ്ങളൊന്നും തന്നെ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ബജറ്റ് കേരള വിരുദ്ധമാണ്, കേരളത്തെപ്പറ്റി ഇതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനങ്ങളാണ് ധനകാര്യമന്ത്രിയും നമ്മുടെ ദില്ലിയിലെ MP-മാരും. ഈ ബജറ്റ് അവതരണം കഴിഞ്ഞ് ധനകാര്യമന്ത്രി ഓരോ വിഭാഗത്തിലുമുള്ള നീക്കിയിരിപ്പിനെ സംബന്ധിച്ച്, ഓരോ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതത്തെ സംബന്ധിച്ച്, ഓരോ മേഖലയിലുമുള്ള വിഹിതത്തെ സംബന്ധിച്ച് ഒരു കടലാസും കാണുന്നതിന് മുമ്പ് തന്നെ ഇത് കേരള വിരുദ്ധമായിട്ടുള്ള ബജറ്റാണ്, കേരളത്തെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല. എയിംസ് പ്രഖ്യാപിച്ചത് നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ബജറ്റിലും എയിംസ് പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല. അതൊക്കെ അല്ലാത്ത സമയങ്ങളിലാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വളരെ എഴുതി തയ്യാറാക്കിയ, നേരത്തെ തന്നെ കാലേക്കൂട്ടി തയ്യാറാക്കിയ വിമർശനങ്ങൾ, എന്താണ് ബജറ്റ് എന്ന് ശരിയായി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെയുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ധനകാര്യമന്ത്രി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഒരടിസ്ഥാനവുമില്ലാത്ത നിലയിലാണ് ഈ ബജറ്റിനെ വിമർശിക്കുന്നത്. നാളെ കൃത്യമായിട്ടും കേരളത്തിന് എന്തെല്ലാം ലഭിച്ചു, കേരളത്തിൻ്റെ ഓരോ പദ്ധതികൾക്കും എന്തെല്ലാം ലഭിച്ചു, കഴിഞ്ഞ വർഷം എത്ര ലഭിച്ചു, ഈ വർഷം എത്ര ലഭിച്ചു എന്നുള്ള കൃത്യമായ കണക്കുകൾ പരിശോധിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു വിമർശനം, ബാലിശമായിട്ടുള്ള വിമർശനം കേന്ദ്ര ബജറ്റിനെതിരെ ഉയർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങൾക്ക് എതിരാണെന്ന് എങ്ങനെയാണ് പറയും? തമിഴ്നാടിനെ കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല, കർണാടകയെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല, BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിനെ കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ബീഹാറിനും ആന്ധ്രയ്ക്കും ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനർത്ഥം മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? കേരളത്തിന് കഴിഞ്ഞ തവണ എന്ത് കിട്ടി? കഴിഞ്ഞ 10 വർഷം എന്ത് കിട്ടി? ഈ വർഷം, പുതിയ വർഷത്തിൽ എന്ത് കിട്ടും? ഇത് പരിശോധിച്ചല്ലേ വിമർശനം ഉന്നയിക്കേണ്ടത്. ഈ ബജറ്റ് കേരള വിരുദ്ധമാണ് എന്ന് പറയാൻ എന്ത് വാദങ്ങളാണ് ഈ ധനകാര്യമന്ത്രിക്കുള്ളത്? ധനകാര്യമന്ത്രി എവിടെയാണ് കേരളത്തിൻ്റെ നീക്കിയിരിപ്പ് കുറഞ്ഞിരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് വിഹിതത്തിൽ കുറവുണ്ടായിരിക്കുന്നത്? കേരളത്തിന് തുടർന്നു വന്നിരിക്കുന്ന പദ്ധതികൾക്ക് എവിടെയാണ് മുടക്കം ഉണ്ടായിരിക്കുന്നത്? ഇതെല്ലാം പറയേണ്ടത്. ഒരു ധനകാര്യമന്ത്രി ഒരു വാദം ഉന്നയിക്കുമ്പോൾ കേരളത്തിൻ്റെ ഓൺഗോയിങ് പ്രോജക്ട്സ് തടസ്സപ്പെടുന്നു, കേരളത്തിൻ്റെ ടാക്സ് ഷെയറിൽ കുറവ് വന്നിരിക്കുന്നു, കേരളത്തിന് ആവശ്യമായിട്ടുള്ള വിഹിതം ലഭിച്ചിട്ടില്ല എന്ന് വസ്തുതാപരമായിട്ട് പറയണ്ടേ?